ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ കണക്കിൽ നോക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇതിനു മുമ്പ് ട്രേഡിംഗ് അക്കൗണ്ട് മാത്രമാണ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചെയ്തിരുന്നു. ഇത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ തുടർച്ച ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും കൂടി ചേർത്ത് കൊണ്ട് ഉള്ള ഒരു പ്രോബ്ലമാണ്. പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് സുമേഷ് ഫോർ ദി ഇയർ എൻഡഡ് 31 മാർച്ച് 2006 ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് എന്നാണ് ചോദ്യം. അപ്പോൾ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ കുറേ ഐറ്റംസ് നൽകിയിട്ടുണ്ട്. ഡെബിറ്റ് എമൗണ്ട് കോളത്തിലും ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിലും ഐറ്റംസ് ഉണ്ട്. നമുക്കറിയാം ഓപ്പണിംഗ് സ്റ്റോക്ക് എപ്പോഴും ഡെബിറ്റ് എമൗണ്ട് കോളത്തിലാണ് കാണുക. റെന്റ് ആൻഡ് റേറ്റ്സ് അത് ചിലവാണ്, അതുകൊണ്ട് എല്ലാ ചിലവുകളും ഡെബിറ്റ് എമൗണ്ട് കോളത്തിലാണ്. ട്രേഡ് എക്സ്പെൻസസ് അത് ചിലവാണ്, എല്ലാ ചിലവുകളും എക്സ്പെൻസുകളും ഡെബിറ്റ് എമൗണ്ട് കോളത്തിലാണ്. അത് നോർമലി ക്വസ്റ്റിൻ്റെ ഭാഗമാണിതില്ല, എന്നാലും ക്വസ്റ്റ്യൻ ഒന്ന് നന്നായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആണ് ഇത് പറയുന്നത്. സെയിൽസ് റിട്ടേൺസ് നോക്കൂ, സെയിൽസ് നമുക്ക് ഇൻകം ആണ്. സെയിൽസ് ഇൻകം ആണെങ്കിൽ ഇൻകം എല്ലാം ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്, ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിലാണ്. അപ്പോൾ സെയിൽസിന്റെ ഓപ്പോസിറ്റ് ആണ് സെയിൽ ചെയ്തതിൽ കംപ്ലൈന്റോ ഡാമേജോ ഉള്ള സാധനം റിട്ടേൺ വരിക എന്നുള്ളത്. അപ്പോൾ സെയിൽസ് ക്രെഡിറ്റ് ആണ് ഇൻകം ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണമെങ്കിൽ സെയിൽസ് റിട്ടേൺസ് നമുക്ക് ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്, അത് ഓർത്ത് വെക്കുക. ഇനി പർച്ചേസസ്, സെയിൽസിന്റെ ഓപ്പോസിറ്റ് ആ പർച്ചേസ്. പർച്ചേസ് എക്സ്പെൻസ് ആണ്, എല്ലാ എക്സ്പെൻസുകളും ഡെബിറ്റ് ആണ്, അതുകൊണ്ട് പർച്ചേസ് 50,000 ഡെബിറ്റ് എമൗണ്ട് കൊടുത്താണ് എഴുതിയിരിക്കുന്നത്. ഇത് ട്രയൽ ബാലൻസ് ആണ്. ഈ ട്രയൽ ബാലൻസ് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ട്രയൽ ബാലൻസ് എന്ന ക്വസ്റ്റ്യൻ നോക്കിയിട്ടാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും രണ്ട് അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി പർച്ചേസ് റിട്ടേൺസ്. പർച്ചേസ് ഡെബിറ്റ്, എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് ഡെബിറ്റ്. അങ്ങനെയാണെങ്കിൽ പർച്ചേസ് റിട്ടേൺസ് ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്, കാരണം സെയിൽസ് ക്രെഡിറ്റ് ആണ്, അതുകൊണ്ട് സെയിൽസ് റിട്ടേൺസ് ഡെബിറ്റ് വന്നു. അതുപോലെ പർച്ചേസ് ചിലവാണ്, അത് ഡെബിറ്റ് ആണെങ്കിൽ പർച്ചേസ് റിട്ടേൺസ് എന്തായിരിക്കും, അതിന്റെ ഓപ്പോസിറ്റ് ആണല്ലോ, സോ ക്രെഡിറ്റ്. ഇനി ക്യാരേജ് ഇൻവേർഡ്, സാധനങ്ങൾ വണ്ടിക്കകത്തേക്ക് പ്രൊഡക്ഷന് വേണ്ടി ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ വണ്ടിക്കൂലിയാണ്. സോ അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഐറ്റം ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അത് 200 രൂപ, അത് ചിലവായതുകൊണ്ട് ഡെബിറ്റ് ആണ്. വേജസ്, ഫാക്ടറിയിൽ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന കൂലിയാണ് വേജസ്, തീർച്ചയായിട്ടും അത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. ഫാക്ടറി പ്രൊഡക്ഷനുമായിട്ട് നേരിട്ട് ബന്ധമുള്ള സ്ഥലമാണ്, അവിടെ വരുന്ന കൂലിയാണ് വേജസ്. ഓഫീസിൽ വരുന്നതിന് സാലറി എന്നാണ് പറയുന്നത്. ഡിസ്കൗണ്ട് അലൗഡ്, നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് നമുക്ക് എക്സ്പെൻസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് വരിക. പ്രൊഡക്ഷന് ശേഷം വിൽക്കാൻ നേരത്താണ് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. ഡിസ്കൗണ്ട് റിസീവ്ഡ് അത് ഇൻകം ആണ്. സോ അത് ഇൻകം സൈഡിൽ ആയതുകൊണ്ട് ഇൻകങ്ങളെല്ലാം ക്രെഡിറ്റ് എമൗണ്ട് കൊടുത്തിട്ടാണല്ലോ കാണിക്കുക, എക്സ്പെൻസ് മാത്രമാണല്ലോ ട്രയൽ ബാലൻസ് ഡെബിറ്റിൽ കിടക്കുന്നത്. ഇനി ഡിസ്കൗണ്ട് റിസീവ്ഡ് കഴിഞ്ഞു. ഇനി അതടുത്ത് എന്താണ്, കമ്മീഷൻ. കമ്മീഷൻ എന്ന് പറയുന്നത് ചിലവാണ്, കമ്മീഷൻ പെയ്ഡ് ആയിട്ടാണ്, 10 രൂപയാണ് കാണുന്നത്. സാലറീസ് 2000, സാലറി എന്നുള്ള എക്സ്പെൻസ് ആണ്, അതുകൊണ്ടാണ് ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ കിടക്കുന്നത്. ഇപ്പുറത്തുള്ള കോളം ക്രെഡിറ്റ് എമൗണ്ട് കോളം, ഇപ്പുറത്തുള്ള കോളം ഡെബിറ്റ് എമൗണ്ട് കോളം അറിയാം നമുക്ക്. ലീഗൽ ചാർജസ്, അപ്പം നിയമപരമായ കാര്യങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുന്ന ചാർജാണ് 50 രൂപ, അത് എക്സ്പെൻസ് ആണ്. ഓഡിറ്റ് ഫീസ് എക്സ്പെൻസ് ആണ്, എല്ലാ എക്സ്പെൻസുകളും ഡെബിറ്റ് എമൗണ്ട് കൊടുത്തിട്ടായിരിക്കും. ബാങ്ക് ചാർജസ് 40 എക്സ്പെൻസ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്സ്, ഇതൊക്കെ ഈ ലീഗൽ ചാർജസ് ആണെങ്കിലും ഓഡിറ്റ് ഫീ ആണെങ്കിലും ബാങ്ക് ചാർജസ് ആണെങ്കിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുന്ന ഐറ്റം ആണ്, നമുക്കറിയാം. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്സ്, ഇൻവെസ്റ്റ്മെന്റ്സിന്റെ ഇൻട്രസ്റ്റ് അത് നമുക്ക് ഇങ്ങോട്ടാണ് കിട്ടുന്നത്, അത് ഇൻകം ആണ്. അത് ഇവിടെ അല്ല കാണിക്കേണ്ടത്, അത് അപ്പുറത്തെ സൈഡിലാണ് കാണിക്കേണ്ടത്. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്സ് 260 സൈഡിലല്ല കാണിക്കേണ്ടത്, അത് സൈഡ് നമ്മളിവിടെ എഴുതിയപ്പോൾ തെറ്റിയപ്പോൾ ഇതാണ്, ശരിക്കും അത് കാണിക്കേണ്ടത് ഇവിടെയാണ്. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്സ്. ഓക്കെ, ഇനി റിപ്പയേഴ്സ് 260 രൂപ, പോസ്റ്റേജ് 50 രൂപ, ഈ രീതിയിലാണ് വരുന്നത്. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് ₹1000. നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് എപ്പോഴും ട്രയൽ ബാലൻസിന് വെളിയിലായിരിക്കും കാണിക്കുക. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ അക്കൗണ്ട് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രമാണ് ക്ലോസിംഗ് സ്റ്റോക്കിന് കണക്കെടുക്കാൻ പോകുന്നത്, അപ്പോഴാണ്. അപ്പോൾ ലേറ്റ് അതിന് ശേഷമാണ് ഇത് കിട്ടുക, അതുകൊണ്ടാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കേണ്ടത്? ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുക, അതിൻ്റെ തുടർച്ച എന്നോണം കണ്ടിന്യൂസ് ആയിട്ട് ഒരു അക്കൗണ്ട് വരയ്ക്കുക, അതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ തുടർച്ചയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൽ നമുക്കിവിടെ കാണാം, ഏറ്റവും ആദ്യം എഴുതേണ്ട ഐറ്റം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ്. ഹെഡിങ് എഴുതണം, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31 മാർച്ച് 2006 എന്നൊക്കെ എഴുതി. ആദ്യത്തെ ഐറ്റം ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് 8000 എഴുതി. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഐറ്റം എന്താ, പർച്ചേസ് എന്ന് പർച്ചേസ് റിട്ടേൺസ് കുറച്ചിട്ടുള്ള നെറ്റ് പർച്ചേസസ് ആണ് എമൗണ്ട് കൊടുത്ത് എഴുതുന്നത്. അപ്പോൾ ആ പർച്ചേസ് ഇന്നർ കോളത്തിൽ എഴുതണം, പർച്ചേസ് റിട്ടേൺസ് അതിൽ നിന്ന് കുറക്കണത് ഇന്നർ കോളത്തിൽ തന്നെ കാണിക്കണം, അണ്ടർലൈൻ ചെയ്തതിന് ശേഷം ആ കുറച്ചിട്ടുള്ള ഫിഗർ 49,700 എന്നുള്ള ഔട്ടർ കോളത്തിൽ കാണിക്കാം. ഇതാണ് നെറ്റ് പർച്ചേസ്. അതേസമയം സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺസ് കുറക്കുന്നതോ അത് നെറ്റ് സെയിൽസ്, അത് മറുവശത്താണ്, കാരണം സെയിൽസ് ഇൻകം ആണ്, ഇൻകം സൈഡാണ് ക്രെഡിറ്റ് സൈഡ്. അപ്പോൾ ഇത് ചിലവ് വശമാണ്, ചിലവ് വശത്ത് ചിലവുകൾ എഴുതുക, പർച്ചേസ് ചിലവാണ്. ഓക്കെ, സെയിൽസ് 82,000 ആയിരുന്നു, 600 കുറച്ച്, കാരണം നമ്മൾ സെയിൽ ചെയ്തതിൽ ചില ആൾക്കാർ 600 രൂപയുടെ സാധനം റിട്ടേൺ വന്നായിരുന്നു. അപ്പോൾ അത് കഴിച്ചിട്ടുള്ളതാണ് നമ്മുടെ ശുദ്ധമായ ഈ വർഷത്തെ സെയിൽസ് എന്ന് കണക്കാക്കാം, 81,400.
പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് ഒരു ഐറ്റം മാത്രമേ വരാനുള്ളൂ. അത് ട്രയൽ ബാലൻസിന് താഴെ കാണിച്ചിരുന്ന ഒരു ഐറ്റം ആണ് ഈ ക്ലോസിംഗ് സ്റ്റോക്ക് 1000 രൂപയെന്ന് കാണിച്ചിരുന്നു. ആ ക്ലോസിംഗ് സ്റ്റോക്കാണ് 1000 രൂപയുടെ എഴുതുന്നത്. ഈ 3 ഐറ്റം കൊണ്ട് എന്താണ് അതിൻ്റെ ക്രെഡിറ്റ് സൈഡ് തീർന്നു. ഡെബിറ്റ് സൈഡിലുള്ള ഐറ്റംസ് എന്തൊക്കെയാണ്? ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന കൂലി, വേജസ്, അത് ഇവിടെ കാണിക്കേണ്ടത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. സാലറി ഒക്കെ അതേസമയം ഇവിടെ കണ്ടത് ഓഫീസിലാണ്. എന്താ കാണിച്ചിരിക്കുന്നുണ്ട്. ഓഫീസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ്, ഈ വരയുടെ താഴെ കാണുന്നത് എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ 24,000 കിട്ടിയോ, അത് നേരെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോയി ട്രാൻസ്ഫർ ആയി വീഴുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അപ്പോൾ ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ പോയി വീഴുമ്പോൾ ആ എമൗണ്ട് സൈഡ് മാറ്റണം എന്നൊരു നിയമം അക്കൗണ്ടൻസിയിലുണ്ട്. കണ്ട് 24,000 ഇവിടെ എഴുതിയത് അടുത്ത അക്കൗണ്ടിലേക്ക് അത് വന്ന് ബ്രോഡ് ഡൗൺ ബാലൻസ് ആയിട്ട് വന്ന് വീഴുമ്പോൾ, ഇവിടുത്തെ ക്യാരി ഡൗൺ ബാലൻസ് ഇവിടെ വന്ന് ബ്രോഡ് ഡൗൺ ബാലൻസ് ആയിട്ട് മാറ്റി എഴുതിയപ്പോൾ സൈഡ് മാറ്റിയിരിക്കുന്ന കാര്യം കാണുക. ഓക്കെ, ഇനി എന്താ പറയുക, ക്യാരേജ് ഇൻവേർഡ്, അകത്തേക്ക് സാധനങ്ങൾ, ഫാക്ടറിക്ക് അകത്തേക്ക് സാധനങ്ങൾ കൊണ്ടുവന്നതിൻ്റെ വണ്ടിക്കൂലിയാണ്. അപ്പോൾ അത് 200 രൂപ ക്യാരേജ് ഇൻവേർഡ് അല്ലേ. അപ്പോൾ ക്യാരേജ് ഔട്ട്വേർഡ് ഇവിടെ വരില്ല, അത് വിൽപ്പന പ്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് വിൽക്കാൻ കൊണ്ടുപോകുന്നതിൻ്റെ ചിലവാണ്. അപ്പോൾ പ്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ചിലവൊന്നും ട്രേഡിംഗ് അക്കൗണ്ട് വരില്ല, അതൊക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരിക. ക്യാരേജ് ഔട്ട്വേർഡ് എന്തായാലും ഈ കണക്കിൽ ഇല്ലാന്ന് തോന്നുന്നു. ഇല്ല, ഈ ക്യാരേജ് ഔട്ട്വേർഡ് കാണില്ല, ഉണ്ടെങ്കിൽ അത് ഇവിടെയാണ് കാണിക്കേണ്ടത്. ഇനി എന്തോ ആവട്ടെ, നമുക്ക് ഇൻകം സൈഡ് കൂട്ടിയെടുത്തു 82,400. ആ കൂട്ടിയത് ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഡിഫറൻസ് ഉള്ള എമൗണ്ട്. അപ്പോൾ 82,400 ഒരു വശത്ത് കൂടി ഇൻകം സൈഡിൽ ഇൻകം ആണെങ്കിൽ ഈ 200 മുതൽ മേളിലേക്കുള്ള എമൗണ്ടുകളൊക്കെ കൂട്ടിയെടുക്കുക. 200, 500, 400, 49, 700, 800 കൂട്ടിയെടുക്കുമ്പോൾ കിട്ടുന്ന തുക എന്ത് ചെയ്യുന്നു, ഈ വരുമാനത്തിൽ നിന്ന് ഈ ചിലവുകളെല്ലാം കുറയ്ക്കാം. ഡിഫറൻസ് ഉള്ള എമൗണ്ട് ആണ് 24,000 കാണുന്നത്, അതായത് ലാഭം. അതായത് വരുമാനത്തിൽ നിന്ന് ചിലവ് കഴിച്ചിട്ടുള്ള ബാക്കി തുകയാണ് ലാഭം, പ്രോഫിറ്റ് 24,000. അത് റഫായ ഒരു പ്രോഫിറ്റ് ആണ്, കാരണം ഫാക്ടറിയിലെ കണക്കുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓഫീസിലെ കണക്കുകളും കൂടി എടുക്കുമ്പോഴാണ് തനി ലാഭം അഥവാ നെറ്റ് പ്രോഫിറ്റ്, അറ്റ ലാഭം എന്ന് പറയുന്നത് കിട്ടുള്ളൂ. തീർച്ചയായിട്ടും അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈ സൈഡിൽ കിട്ടാൻ പോണതാണ്. കുറച്ച് ചില്ലറ എമൗണ്ടുകളും കൂടി ചിലവുണ്ട്, അതും കൂടി കണക്കിലെടുത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടിയ ഫൈനൽ പ്രോഫിറ്റ് ആണ് നെറ്റ് പ്രോഫിറ്റ്, അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമുക്ക് അതിനു മുമ്പ് ഈ 24,000 എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ബ്രോഡ് ഡൗൺ ചെയ്ത് എഴുതി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് തുടങ്ങുന്നത് തന്നെ ഈ ബ്രോഡ് ഡൗൺ ബാലൻസ് എഴുതിക്കൊണ്ടാണ്. ഇനി അതിനുശേഷം എന്താണ്, ഡിസ്കൗണ്ട് കിട്ടി എന്ന് പറഞ്ഞ ഒരു ഐറ്റം പറയുന്നത്, അത് ഇൻകം ആണ്. ഡിസ്കൗണ്ട് വേറെ എന്താണ്, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്സ്. നമ്മളവിടെ നേരത്തെ തെറ്റായ സൈഡിൽ എഴുതിയിരുന്നു ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻകം ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇൻകം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻകം സൈഡിൽ എഴുതി. ഡിസ്കൗണ്ട് കിട്ടി എന്നത് 50 രൂപ, അതും നമ്മളിവിടെ കാണുന്നുണ്ട്. ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞൊരു ഐറ്റം നമ്മൾ കണ്ടായിരുന്നു. ഡിസ്കൗണ്ട് അലൗഡ് 40 രൂപ, ഡിസ്കൗണ്ട് റിസീവ്ഡ്. അപ്പോൾ റിസീവ്ഡ് കോളമൊക്കെ ഇൻകം ആണ്, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കേണ്ട ഇൻകം ആണ്. അത് നമ്മൾ എടുത്തു, ഡിസ്കൗണ്ട് റിസീവ്ഡ് ആ രീതിയിൽ എടുത്തു. ഇനി അതുപോലെ തന്നെ നോക്കുക, ഈ ചിലവുകൾ എന്തൊക്കെയാണ്. ഡിസ്കൗണ്ട് അലൗഡ് 40 രൂപ, ഇപ്പോൾ കുറച്ച് മുമ്പ് നോക്കിയതേ ഉള്ളൂ. കമ്മീഷൻ്റെ പെയ്ഡ് 10 രൂപ, അതിൻ്റെ കമ്മീഷൻ കൊടുത്തതെന്ന് ചിലവാണ്. എല്ലാ ചിലവും ഡെബിറ്റ് എമൗണ്ട് കൊടുത്തിട്ട് വരേണ്ടത്. ലീഗൽ ചാർജസ്, നിയമപരമായ ചാർജസ് എത്രയാണ്, 50 രൂപ. ഓഡിറ്റ് ഫീസ് 60 രൂപ, ഓഡിറ്റേഴ്സിൻ്റെ ഫീസാണ്. ബാങ്ക് ചാർജസ് 40 രൂപ. റിപ്പയേഴ്സ് 260 രൂപ. റെന്റ് ആൻഡ് റേറ്റ്സ് 300 രൂപ. ട്രേഡ് എക്സ്പെൻസസ്, അപ്പോൾ ഇതൊക്കെ ഓഫീസുമായി ബന്ധപ്പെട്ട ചിലവുകളാണ്, പ്രൊഡക്ഷന് ശേഷമുള്ള ചിലവുകളാണ്. ഇതൊന്നും ഫാക്ടറിയുമായി ബന്ധമില്ലാത്തതാണ്. അതൊക്കെ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരിക. ട്രേഡ് എക്സ്പെൻസസ് ഒക്കെ സ്ഥിരമായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഐറ്റമാണ്. പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം 50 രൂപ ഉണ്ടാവും. സാധാരണ ഈ ചിലപ്പോൾ സ്റ്റേഷനറി ചാർജസ് ഉണ്ടെങ്കിൽ അത് ഇവിടെ വരും. ഇവിടെ അങ്ങനെ വന്നിട്ടില്ല. ട്രാവലിംഗ് ചാർജ് ഉണ്ടെങ്കിൽ അത് ഇവിടെ വരും. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ചാർജസ് ഇവിടെ, അതൊന്നും ഈ കണക്കിൽ തൽക്കാലം വന്നിട്ടില്ല. ഇൻഷുറൻസ് പെയ്ഡ്, അതൊന്നും ഇവിടെ വന്നിട്ടില്ല. അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ സാധാരണ വരാറുള്ളതാണ്. പക്ഷേ ഇൻഷുറൻസോ ട്രാവലിംഗ് ചാർജസോ സെയിൽസ്മാൻസ് കമ്മീഷനോ അങ്ങനെയുള്ള ഐറ്റംസ് ഇവിടെ എന്തായാലും വന്നിട്ടില്ല. ഡിപ്രീസിയേഷൻ അങ്ങനെ ഒരു ഐറ്റം വരാം. ബാഡ് ഡെറ്റ് വരാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരാവുന്ന കിട്ടാക്കടങ്ങൾ, നമ്മൾ കടം കൊടുത്ത സാധനം തിരിച്ചു കിട്ടിയില്ല, നമുക്ക് നഷ്ടമാണ്. എക്സ്പെൻസ് മാത്രമല്ല, ലോസസും കൂടി എഴുതാനുള്ള സ്ഥലമാണ്. ഡിപ്രീസിയേഷൻ തേയ്മാന ചിലവാണ്. നമ്മുടെ യന്ത്രങ്ങൾ തേഞ്ഞു തീരുകയാണ്, മെഷീനറി തേഞ്ഞു തീരുകയാണ്, ഫർണിച്ചർ തേഞ്ഞു തീരുകയാണ്, അതൊക്കെ നമുക്ക് നഷ്ടമാണ്, ചിലവാണ്. അത്തരം കാര്യങ്ങളും കൂടി കാണിക്കാനുള്ള സ്ഥലം കൂടിയാണിത്. എന്തായാലും ഈ ചിലവുകളൊക്കെ കഴിച്ചിട്ട് നോക്കൂ. ഇൻകം സൈഡ് നമുക്ക് 24,000, 50, 260 കൂട്ടിയെടുത്തപ്പോൾ 24,310. ഈ ടോട്ടൽ ഇനി ഈ സൈഡിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് ഈ ടോട്ടൽ എക്സ്പെൻസ് അതിൽ നിന്ന് ഡിഫറൻസ് കണ്ടിട്ട് ഡിഫറൻസ് ഉള്ള എമൗണ്ട് തന്നെ 20,900 ആണ്. 20,900 നെറ്റ് പ്രോഫിറ്റ്. അത് ട്രാൻസ്ഫർ ചെയ്യുന്ന എങ്ങോട്ടാണ്, ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ. ക്ലിയർ അല്ലേ? ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒരു ചെയ്യേണ്ട ഒരു രീതി എന്ന് പറയുന്നത്. ഹെഡിങ് എഴുതുമ്പോൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31 മാർച്ച് 2006. അപ്പോൾ ആദ്യം ഉണ്ടാക്കുന്ന അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ട്, അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ബാലൻസ് ഷീറ്റ് ആണ്. ബാലൻസ് ഷീറ്റിനെ നമ്മൾ അക്കൗണ്ട് എന്ന് പറയാറില്ല, അത് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് രണ്ട് അക്കൗണ്ടാണ്. അക്കൗണ്ടിന്റെ പ്രത്യേകത എന്താണ്? അക്കൗണ്ടിന് ഒരു ഡെബിറ്റ് സൈഡും ഉണ്ടാവും, ഒരു ക്രെഡിറ്റ് സൈഡും ഉണ്ടാവും. DR എന്നും CR എന്നൊക്കെ എഴുതിയേക്കുന്ന കണ്ടില്ലേ, ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ് എന്നൊക്കെയാണ്. എന്നാൽ ബാലൻസ് ഷീറ്റ് ഒരു അക്കൗണ്ട് അല്ല, അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയ ബാലൻസ് ഷീറ്റിന് ഡെബിറ്റ് സൈഡോ ക്രെഡിറ്റ് സൈഡോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ബാലൻസ് ഷീറ്റിന് രണ്ട് സൈഡ് ഇല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ബാലൻസ് ഷീറ്റിന്റെ ഇടതുവശത്തെ ലയബിലിറ്റി സൈഡ് എന്നും വലതുവശത്തെ അസറ്റ് സൈഡ് എന്നുമാണ് സാധാരണ രീതിയിൽ നമ്മൾ പറയാറ്.
അപ്പോൾ ബാലൻസ് ഷീറ്റ് ഒരു അക്കൗണ്ട് അല്ല, സ്റ്റേറ്റ്മെന്റ് ആണ്, ഓർത്തിരിക്കുക. എന്തായാലും ഇത് മൂന്നിനെയും ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയുന്നത്. ഏതിനെയും ട്രേഡിംഗ് അക്കൗണ്ടിനെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെയും ബാലൻസ് ഷീറ്റിനെയും ചേർത്ത് നമ്മൾ പറയുന്ന പേരെന്നാണ് ഇൻകം സ്റ്റേറ്റ്മെന്റ്. നമ്മൾ ഈ ഐറ്റംസ് ഒരിക്കൽ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് പോവുകയാണ് എങ്ങനെ എഴുതണമെന്ന്. ഓപ്പണിംഗ് സ്റ്റോക്ക് എവിടെ എഴുതണമെന്ന് ഓർത്ത് നോക്കിയേ. ട്രേഡിംഗ് അക്കൗണ്ടിൽ എവിടെ ആദ്യത്തെ ഐറ്റം, ഫസ്റ്റ് ഐറ്റം ഡെബിറ്റ്, ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ്. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ്. ഓക്കെ, ഇനി അടുത്ത റെന്റ് ആൻഡ് റേറ്റ്സ് എവിടെയാണ് എഴുതുക? റെന്റ് ആൻഡ് റേറ്റ്സ് അത് റെന്റ് ഓഫീസാണ്, അതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പി ആൻഡ് എൽ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മാത്രമല്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണ്? ഡെബിറ്റ് സൈഡ് ആണ്. അതുപോലെ തന്നെ ട്രേഡ് എക്സ്പെൻസസ് നോക്കിയാൽ ട്രേഡ് എക്സ്പെൻസസ് എക്സ്പെൻസ് ആണല്ലേ. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ട്രേഡ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ പല ആൾക്കാർക്ക് സംശയം വരും. ട്രേഡ് എന്ന വാക്ക് കാണുമ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ബന്ധമുണ്ടെന്ന്. ഒരു ബന്ധവുമില്ല. ട്രേഡ് എക്സ്പെൻസസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് വരിക, അതുകൊണ്ട് പി ആൻഡ് എൽ ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഏത് സൈഡാണ്? ഡെബിറ്റ് സൈഡ്. ഇനി അതുപോലെ തന്നെ സെയിൽസ് റിട്ടേൺസ്, സെയിൽസിൽ നിന്ന് റിട്ടേൺ മൈനസ് ചെയ്യാനുള്ള ഐറ്റമാണ്. ഇപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിലെ ഐറ്റം ആണ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ എന്താണ് കുറയ്ക്കേണ്ട ഐറ്റം ആണ് കേട്ടോ. മൈനസ് ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് സെയിൽസിൽ നിന്ന് റിട്ടേൺ ചെയ്യേണ്ട ഐറ്റം ആണ്, അത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ സെയിൽസ് നമുക്കറിയാം, ഇപ്പം പറഞ്ഞ പോലെ തന്നെ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഒരു ഐറ്റം ആണ്. അപ്പോൾ ഈ ഐറ്റങ്ങൾ ഓരോന്നും എവിടെയാണ് എന്നുള്ളത് എഴുതേണ്ടതെന്നുള്ള ധാരണ ഉണ്ടാകും. പർച്ചേസ് രണ്ടാമത്തെ ഐറ്റം, ഓപ്പണിംഗ് സ്റ്റോക്ക് കഴിഞ്ഞ തൊട്ട് താഴെ കാണുന്ന ഐറ്റം, അതായത് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഏത് സൈഡിലാണ്? ഡെബിറ്റ് സൈഡിൽ രണ്ടാമത്തെ ഐറ്റം ആണ്. പർച്ചേസ് റിട്ടേൺസോ അത് ഇത് ഇന്ന് മൈനസ് ചെയ്യാനുള്ള ഐറ്റം, പർച്ചേസ് ഇന്ന് മൈനസ് ചെയ്യാനുള്ള ഐറ്റം ആണ്, അതുകൊണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ തന്നെയാണ്, പക്ഷേ എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യേണ്ടുന്ന ഒരു ഐറ്റം ആണ്, അത് ഓർത്തിരിക്കുക. ഇനി ക്യാരേജ് ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ അത് ഫാക്ടറിയിലേക്ക് സാധനങ്ങൾ കൊണ്ടുവന്നതിന്റെ വണ്ടിക്കൂലിയാണ്, ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡ് ഐറ്റം ആണ്. ഇനി വേജസ്, ആ ഫാക്ടറി തൊഴിലാളികൾക്ക് കൂലി കൊടുക്കുന്നതാണ് ട്രേഡിംഗ് അക്കൗണ്ട്. ഫാക്ടറിയുമായി നേരിട്ട് ബന്ധമുണ്ട്, പ്രൊഡക്ഷന് മുമ്പുള്ള ഒക്കെ എന്ത് ചെയ്യുന്ന ട്രേഡിംഗ് അക്കൗണ്ട് ആണ്, ചിലവായതുകൊണ്ട് ഡെബിറ്റ്. ഡിസ്കൗണ്ട് അലൗഡോ, ഡിസ്കൗണ്ട് കൊടുത്തു അത് തീർച്ചയായിട്ടും ഓഫീസുമായി ബന്ധപ്പെട്ടാണ്. ഡിസ്കൗണ്ട് കൊടുക്കുന്നതൊക്കെ സെയിൽ ചെയ്യാൻ നേരത്തല്ല ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഫാക്ടറി ആയിട്ട് വല്ല ബന്ധമുണ്ടോ? ഇല്ല. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞ് പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് അത് വിൽക്കാൻ കൊണ്ടുപോകുമ്പോഴാണ് സെയിൽ ചെയ്യുന്നതൊക്കെ. അപ്പോൾ പ്രൊഡക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് ചെയ്യുന്നു? ഫാക്ടറിയായിട്ട് ബന്ധമില്ല, ട്രേഡിംഗ് അക്കൗണ്ടായിട്ട് ബന്ധമില്ല. ആ ചിലവുകളൊക്കെ ഓഫീസ് ചിലവുകളാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് എഴുതേണ്ടത്. ഡിസ്കൗണ്ട് അലൗഡ് എന്നുള്ളത് നമുക്ക് എഴുതാവുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്, അത് എക്സ്പെൻസ് ആയതുകൊണ്ട് ഡെബിറ്റ് സൈഡ്, അത്രേ ഉള്ളൂ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്. ഇനി അതുപോലെ ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണെങ്കിലോ അത് ഇൻകം ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻകം ആയിട്ട് നമുക്ക് എഴുതാവുന്നതാണ്, അതുകൊണ്ട് അതിനെ എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് എന്ന് പറയാം. ഇൻകം സൈഡ് തന്നെയാണല്ലോ ക്രെഡിറ്റ് സൈഡ്. കമ്മീഷനോ അത് ഇതുപോലെ തന്നെയാണ്, പി ആൻഡ് എൽ, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡ് ആണ്. ഇനി സാലറീസോ, സാലറീസ് എന്ന് പറയുന്നത് നോക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിലാണ്. അപ്പം ഓർത്തിരിക്കുക, കമ്മീഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് അല്ല, കമ്മീഷൻ പെയ്ഡ് ആണ് 10 രൂപയുടെ. അതേസമയം കമ്മീഷൻ്റെ എമൗണ്ട് അപ്പുറത്തെ കോളത്തിലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്താനെ അത് ചിലവായിട്ട് അല്ല വരുമാനമായിട്ട് കണക്കാക്കിയാണ്. കമ്മീഷൻ റിസീവ്ഡ്, കാരണം ഇൻകം അല്ല ഈ സൈഡിലാണ്, എക്സ്പെൻസ് അല്ല, ഡെബിറ്റ് എമൗണ്ട് കോളത്തിലാണ്. ഈ ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ കിടക്കുന്നതുകൊണ്ട് നമുക്ക് അത് ഉപയോഗിക്കാം, അത് ചിലവാണ്, കമ്മീഷൻ പെയ്ഡ് ആണ്. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ കമ്മീഷൻ പെയ്ഡ് ആണ്, കമ്മീഷൻ റിസീവ്ഡ് ആണ് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അപ്പം നമ്മൾ കോളം നോക്കണം, മനസ്സിലായോ? കമ്മീഷൻ പെയ്ഡ് ആണെന്ന് മനസ്സിലായി, ഇവിടെയുള്ളത് എക്സ്പെൻസ് ആണ്. അതേസമയം ഇപ്പുറത്തായിരുന്നു ഈ 10 രൂപ കിടന്ന് വെച്ചെങ്കിലോ അത് ഇൻകം ആണെന്ന് മനസ്സിലാക്കിയാൽ, അങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ കൊണ്ട് എഴുതിയാണ്. എന്താ ലീഗൽ ചാർജസ് ഒക്കെ നമുക്കറിയാം, വക്കീൽ ചാർജ് അതൊക്കെ എന്താ ലീഗൽ ചാർജ്, അല്ലെങ്കിൽ സ്റ്റാമ്പ്, കോർട്ട് ഓഫീസ് സ്റ്റാമ്പ്, അതൊക്കെ ലീഗൽ ചാർജാണ്. അപ്പോൾ 50 രൂപ ഇതൊക്കെ എന്തോന്നാണ്? ഈ ചിലവാണ്, അത് പി ആൻഡ് എൽ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റമാണ്. ഓഡിറ്റ് ഫീസോ അതും പി ആൻഡ് എൽ ഡെബിറ്റ് സൈഡ് ഐറ്റമാണ്, നമുക്കറിയാം. ഇനി ഓഡിറ്റ് ഫീസ് പി ആൻഡ് എൽ ഡെബിറ്റ് ആണ്. അതുപോലെ തന്നെ റേറ്റ് ഏതാണ്? ബാങ്ക് ചാർജസും പി ആൻഡ് എൽ ഡെബിറ്റ് സൈഡ് ആണ്. ഇനി അടുത്തായിട്ട് തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്സ്, അത് വരുമാനമാണ്, അത് പി ആൻഡ് എൽ ക്രെഡിറ്റ് സൈഡ് ആണ്. ഓക്കെ. ഇനി റിപ്പയേഴ്സ്, അത് പി ആൻഡ് എൽ ഡെബിറ്റ് സൈഡ് ആണ്. പോസ്റ്റേജ് അതും പി ആൻഡ് എൽ ഡെബിറ്റ് സൈഡ് ആണ്.
ഇത്രയും കാര്യങ്ങൾ ഒരു ധാരണ നമുക്കുണ്ടെങ്കിൽ ഇതാണ് ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്യാനുള്ള ഒരു മിനിമം ഫോർമാറ്റ്.